ഹലോ ഹായ്. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ആണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എസ് ആണ്. എസ് 1 ആണ് ആയതിനാൽ തന്നെ ഇത് അത്ര ചോദിക്കാൻ വഴിയില്ല. എന്നാലും MCQ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ചോദിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ഇത് ചോദിക്കാൻ വഴിയുള്ളൂ. ബാലൻസ് ഉള്ള എസിന് നമ്മൾ അത്രയും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന് അത്ര കൊടുക്കണ്ട. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. എങ്ങനെ അക്കൗണ്ടിങ് പോളിസി എപ്പോഴാണ് ഡിസ്ക്ലോഷർ ചെയ്യേണ്ടതെന്നുള്ള സംഭവമാണ് ഇതിൽ പറയണത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതൊന്ന് കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് പക്കാവാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എ എസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1ൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്നാണ്. അക്കൗണ്ടിങ് പോളിസി എപ്പോഴാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഡിസ്ക്ലോഷർ ചെയ്യേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയണത്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ അക്കൗണ്ടിങ് പോളിസി നിർബന്ധമായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് അവിടെ അക്കൗണ്ടിങ് പോളിസി നിർബന്ധമായിട്ടും ഡിസ്ക്ലോഷർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അക്കൗണ്ടിങ് പോളിസി എന്ന് വെച്ചാൽ എന്താണ്? റെഫേഴ്സ് ടു എ സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഡോപ്റ്റഡ് ബൈ ദ എൻ്റർപ്രൈസസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അതായത് നമുക്കിപ്പോൾ AB എന്ന് പറഞ്ഞ രണ്ട് കമ്പനി ഉണ്ട്. ഓക്കെ, A ലിമിറ്റഡ് B ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അവിടെ രണ്ടു പേർക്കും ഏകദേശം ഒരേ ടൈപ്പ് ബിസിനസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരുടെ അക്കൗണ്ടിങ് പോളിസി, രണ്ടുപേരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെയുള്ള ഏതെങ്കിലും ഒക്കെ രീതിയിലാണ് അവരത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലോ നമുക്കവിടെ കമ്പാരിസൺ പോസിബിൾ ആകുമോ? ഇല്ല. അതുകൊണ്ട് ആണ് ഒരു സ്പെഷ്യൽ വേ അല്ലേ, ഇതേപോലെ വേണം എന്നുള്ള ആ ഒരു പോളിസി വരണേനുള്ള മെയിനായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണെങ്കിലും ഈ വർഷം നമ്മൾ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തു, അടുത്ത വർഷം നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിസൺ പോസിബിൾ ആകുമോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു പ്രൊമോട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ആവണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ എന്താണ്? ഹെൽപ്പ് ടു കമ്പയർ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ് അല്ലേ. പല എൻ്റർപ്രൈസസിൻ്റെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം, അത് തന്നെ. പിന്നെ അതേപോലെയാണ് നമ്മുടെ തന്നെ ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കത് കമ്പാരിസൺ എളുപ്പമായിരിക്കണം. അത് തന്നെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഏരിയസ് ഇൻവോൾവിങ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസി ബൈ ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, ഡിപ്ലഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നൊക്കെ. ഡിപ്രീസിയേഷൻ കാണുന്നത് നമുക്കറിയാം അല്ലേ, ഡിപ്രീസിയേഷൻ ഡിപ്ലഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അമോർട്ടൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സിനുള്ളതാണ്. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ, അങ്ങനെ പലതായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് ഏതൊക്കെ എൻ്റർപ്രൈസസിന് എങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ അവരുടെ എൻ്റർപ്രൈസസിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസിയാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫോറിൻ കറൻസി കൺവേർഷൻ, പിന്നെ വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വാല്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, റെക്കഗ്നീഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ ലോങ് ടേം കോൺട്രാക്റ്റ്, വാല്യൂഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റി. ഇനി ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 3 അസംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ. നമ്മുടെ ഇതിന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ GCA എന്നുള്ള ഒരു കോഡ് പോലെ നമുക്ക് പഠിച്ചു നോക്കാം. അതായത് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷനെ എന്തായിട്ട് പറയാം? GCA, ഗോയിങ് കൺസേൺ, C കൺസിസ്റ്റൻസി, A അക്രൂവൽ, അങ്ങനെ. ഓക്കെ, ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്
നമുക്ക് അത് വർഷങ്ങളോളം നമുക്ക് അത് നിലനിൽക്കും, അല്ലെങ്കിൽ തലമുറ കഴിഞ്ഞ് ഇനിയൊരു തലമുറയിലേക്ക് അത് പോകും, ഹാൻഡ് ഓവർ ചെയ്ത് പോകാൻ പറ്റും, അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് പറ്റിയ പോലെ ആയിരിക്കുള്ളൂ നമ്മൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യണത്, അല്ലേ? അതല്ലാണ്ട് ഇത് ഒരു വർഷത്തിൽ നമ്മൾ നിർത്തും അല്ലെങ്കിൽ 2 വർഷമാകുമ്പോൾ ഇത് കുളമാകും എന്നുള്ള വിചാരത്തിലല്ലല്ലോ നമ്മൾ അത് തുടങ്ങണത്, അല്ലേ? ഏത് ബിസിനസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, അത്രയും വർഷങ്ങൾ നിലനിൽക്കും, അത്ര തലമുറയായിട്ട് പോകും, അത്ര കോടിക്കണക്കിന് ടേൺ ഓവർ വരും, അങ്ങനെയുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അതാണ് ആ ഗോയിങ് കൺസേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്കല്ല, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള പോലെ. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിലുള്ളത് എന്തായിരിക്കണം? ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമുക്ക് ഇഷ്ടംമാരെ മെത്തേഡ് ഉണ്ട്, ഇല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ പോലും അവിടെ WDU മെത്തേഡ് ഉണ്ട്, SLM മെത്തേഡ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും പലതരം മെത്തേഡ് ഉണ്ട്. പക്ഷേ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഉപയോഗിച്ച മെത്തേഡുകൾ എന്താവണം? അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അത് തന്നെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അത് ഓർത്ത് നമ്മൾ വിചാരിക്കും ഇനി അത് മാറ്റാനേ പറ്റില്ല, ഒരിക്കൽ ചൂസ് ചെയ്താൽ പിന്നെ അത് മാറ്റാനേ പറ്റില്ല. പറ്റും, എന്തെങ്കിലും അതിൻ്റെതായ രീതിയിലുള്ള അത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത് നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെതായ ആ ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഞാൻ WDB ആണ് ഫോളോ ചെയ്തിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ അത് മാറ്റണം, ഓക്കെ മാറ്റാം. ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും? SLM-ത്തിലോട്ട് മാറി ഓർമ്മയാണ് ഞാൻ പറയുകയാണ് ഇത് സെറ്റ് ആവില്ല, ഇനി എനിക്ക് WDB മതി എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. എന്താണ്, നമുക്കത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവോ? ഒരു വർഷം WDB, അടുത്ത വർഷം SLM ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റും എല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഫിഗർ അല്ലായിരിക്കും അവിടെ വരണത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് പറയണേ എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്ത് നമുക്ക് ചൂസ് ചെയ്യാം, പക്ഷെ അതെന്തായിരിക്കണം? അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകേണ്ടി വരും. പിന്നെ അക്കൗണ്ടിങ് പോളിസി നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാണ്? ബൈ സ്റ്റാറ്റ്യൂട്ട്, നിയമം അനുവദിക്കുകയാണെങ്കിൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ മോർ അപ്രോപ്രിയേറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നല്ലൊരു പ്രസൻറ്റേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ, ആ 3 സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് പോളിസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അക്രൂവൽ ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്യാഷ് ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും, അല്ലെ? ക്യാഷ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കാണിക്കും. അതേപോലെയാണോ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം? അല്ലേ, നമുക്ക് വരാനുള്ള കാശും നമ്മൾ കൊടുക്കാനുള്ള കാശും അത് എന്ത് ചെയ്യും? അത് കൊടുക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ ഒരു പീരീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? അത് അക്കൗണ്ട് ചെയ്യും, അല്ലേ? ഇപ്പം മാർച്ചിൽ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ മാർച്ചിലെ സാലറി നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ? ഏപ്രിലേ കിട്ടുള്ളൂ. പക്ഷെ മാർച്ചോടുകൂടി ആ വർഷം എൻഡ് ചെയ്യുമല്ലേ? ഏപ്രിൽ ടു മാർച്ച് അല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. മാർച്ചോടുകൂടി തന്നെ നമ്മുടെ ആ വർഷം എൻഡ് ചെയ്യുവാണ്. പക്ഷെ മാർച്ചിലെ സാലറി, ആ 31-ാം തീയതി വരെയുള്ള സാലറി നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ? ഏപ്രിലേ കിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് ആ മാസം നമുക്ക് സാലറിയേ ഇല്ലേ എന്നുള്ള പോലെയാണോ സംശയം? അല്ല, നമ്മൾ ആ വർഷം അക്കൗണ്ട് ഇടാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? മാർച്ചിൽ നമുക്ക് കിട്ടിയ പോലെ, അല്ലെങ്കിൽ കിട്ടാനുള്ള പോലെ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള പോലെ, അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇടുന്നത്, അല്ലേ? നമുക്കവിടെ എൻട്രി ഇടുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ്? ക്യാഷ് ബേസിസ് അല്ല, അക്രൂവൽ ബേസിസ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. കിട്ടാനുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പീരീഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എൻറ്റർ ചെയ്ത് വെക്കും. ഇനി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ, അതിന് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ഷോർട്ട് ഫോമാണ് GCA എന്ന്, ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ ബേസിസ് എന്നുള്ളത്. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഡിസ്ക്ലോഷർ ചെയ്താൽ മതി. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് നോട്ട്സ് ആയിട്ട് ഡിസ്ക്ലോഷർ ചെയ്യണമെന്നില്ല. ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് ഡിസ്ക്ലോഷർ ചെയ്താൽ മതി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ഇപ്പം നിങ്ങളെ CMAക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്, അല്ലേ? CMAക്ക് പഠിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞു എനിക്ക് CMA പഠിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അതുകൊണ്ട് പാരൻസ് എന്ത് ചെയ്യും? ഓക്കെ, ചേർന്നോ, രജിസ്റ്റർ ചെയ്ത് പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വിചാരം എന്തായിരിക്കും ഉള്ളത്? നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ നിങ്ങളേലാവുന്ന വിധത്തിൽ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദിവസവും പോയിരുന്ന് പഠിക്കണ്ടോ, ഇത് പഠിച്ചോ ചോദിക്കോ? ഇല്ല, അത് ഒരിക്കലും
എന്താണ് അതെങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളത് പഠിക്കണില്ല എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, അത് വീട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരുമായിട്ട് കൂടിയാലോചിക്കും അല്ലേ. അതൊരു ചെറിയൊരു എക്സാമ്പിൾ അത് പറഞ്ഞോളൂ. അതേപോലെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് CMAക്ക് വിട്ട പോലെയാണ്. CMAക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഠിച്ചു തന്നെ ആവണം അല്ലേ, പഠിക്കുന്നുണ്ട്, പഠിച്ചു തന്നെ ആവണം. അതേപോലെയാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് വെച്ചാൽ ഈ GC എന്നുള്ളത് നമ്മൾ അതിൽ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഫോളോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ്. ഇപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണത് അല്ലേ, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കുള്ളൂ, ഡിപ്രീസിയേഷൻ ഏത് രീതിയിലാണെന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ മെത്തേഡ് എന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അതിൻ്റെ അക്കൗണ്ടിങ് മെത്തേഡ് ഏതൊക്കെ തരത്തിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് SLM മെത്തേഡ് ഉണ്ട്, WDU മെത്തേഡ് ഉണ്ട്. അത് ഏത് തരത്തിലും മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് പോളിസി എന്താണ്, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസും മെത്തേഡും കൂടി ചേർന്നതിനെയാണ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പോളിസി എന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതും ഈ ഏത് മെത്തേഡ് ആണെന്നുള്ളതും ഏതിൽ വരണുണ്ടാവും, അക്കൗണ്ടിങ് പോളിസിയിൽ വരണുണ്ടാവും എന്നുള്ളത്. സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി, എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യാനായിട്ട് പറ്റണേ എന്നുള്ളത്. രണ്ട് തരത്തിൽ സെലക്ട് ചെയ്യാം. ഏതൊക്കെ തരത്തിലാണ്, ഒന്ന് പ്രൈമറി രീതിയിൽ സെലക്ട് ചെയ്യാം, ഇനി ഒന്ന് സെക്കൻഡറി ഉണ്ട്. പ്രൈമറി രീതിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, പ്രൊവൈഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കണക്റ്റഡ് പീപ്പിൾസ്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുക ട്രൂ ആൻഡ് ഫെയർ വ്യൂ. പിന്നെ എന്താണ്, സെക്കൻഡറി രീതിയിലാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പോളിസി എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, പ്രൊഡൻസ്, സബ്സ്റ്റൻസ്, ഓവർഫോം, മെറ്റീരിയാലിറ്റി, ഈ മൂന്നെണ്ണത്തെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെക്കൻഡറി രീതിയിൽ അക്കൗണ്ടിങ് പോളിസീനെ സെലക്ട് ചെയ്യണത്. ഈ സെക്കൻഡറി എന്നുള്ള മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിലൊന്നും കൂടി പഠിക്കാനുള്ളത്. പ്രൊഡൻസ്, സബ്സ്റ്റൻസ്, ഓവർഫ്ലോം, മെറ്റീരിയാലിറ്റി, ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്നുള്ള രീതിയിൽ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതേ ഹെഡിൽ തന്നെ. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു നോക്കുക, തിയറി ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡൻസ് എന്ന് വെച്ചാൽ എന്താണ്, കൺസർവേറ്റിസം മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡൻസ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന ഒരു പേരും കൂടി ഉണ്ട്. അതായത് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് റെക്കഗ്നൈസ് ഓൾ ലോസസ് എന്ന്. അതായത് നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ലോസ് വരാനിരിപ്പുണ്ട് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ നമ്മൾ ഇപ്പോഴേ ഇട്ട് വെക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരിൽ ഒരു കേസ് നടക്കുന്നു, നമുക്ക് ഏകദേശം ഉറപ്പായി നമ്മൾ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രൊവിഷൻ ഇപ്പോഴേ ഇട്ട് വെക്കണം. ഓക്കെ, അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വരുമ്പോൾ നോക്കാം എന്നല്ല. എന്തെങ്കിലും ഒരു ലോസ് വരണുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനുള്ളത് പ്രൊവിഷൻ മാറ്റി വെച്ചിരിക്കണം, അതിനുള്ളത് കാൽക്കുലേഷൻ ഇപ്പോഴേ നടത്തിയിരിക്കണം. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇൻ കേസ് നമുക്ക് നമുക്ക് നമ്മുടെ സൈഡേ ആ കേസ് ജയിക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതായത് നമുക്ക് അത്രയും കോടി രൂപ നമുക്ക് നഷ്ടപരിഹാരം കിട്ടും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പായി എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് മെൻഷൻ ചെയ്യണമെന്നില്ല, നമുക്ക് പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ വരും എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ എന്നൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട എന്നാണ്. ലോസിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്ക് വരാനുള്ള പ്രോഫിറ്റിന് നമ്മൾ അല്ലെങ്കിൽ ഇൻകത്തിന് നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കണ്ട എന്നുള്ള അർത്ഥം. പ്രൊവിഷന് മാത്രം നമുക്ക് വരാനുള്ള നഷ്ടത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, നമ്മളവിടെ റെഡി ആയിട്ടിരിക്കണം എന്നുള്ള അർത്ഥം. ഓക്കെ, അതാണ് പ്രൂഡൻസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ആണോ, അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ ഒരു എൻ്റർപ്രൈസസിൽ എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത് അക്കൗണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണേ. ഇപ്പോൾ എന്താ പറയുക, 1 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്ക് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്താണ്, ഒരുവിധം വലിയ തുക തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ 100 കോടി 200 കോടി ടേൺ ഓവർ ഉള്ള കമ്പനിക്ക് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാലോ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒവ്വൊരു കമ്പനിയുടെ ഒവ്വൊരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മുടെ മെറ്റീരിയാലിറ്റി തീരുമാനിക്കുന്നത്. ആ കമ്പനിക്ക് അത് മെറ്റീരിയൽ ആണെങ്കിൽ ആ കമ്പനിക്ക് അത് ഇമ്പോർട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഇഗ്നോർ ചെയ്യരുത്, അതങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം,
അക്കൗണ്ട് ചെയ്യണം എന്നുള്ള അർത്ഥം. സബ്സ്റ്റൻസ് ഓവർ ഫോം ട്രാൻസാക്ഷൻ ആൻഡ് അതർ ഇവന്റ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ആൻഡ് പ്രസന്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദർ സബ്സ്റ്റൻസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റി ആൻഡ് നോട്ട് മിയർലി ബൈ ദ ലീഗൽ ഫോം. അതായത് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇതിൽ കൊടുത്തിരിക്കണം അതേ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ ഹയർ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ പേയ്മെൻറ്റ് മുഴുവനായിട്ടും കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുള്ളൂ. ആക്ച്വലി ഇൻ ലോ പ്രകാരം അല്ലേ, നമുക്കിനി അതാണ് ലീഗലി അങ്ങനെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുള്ളൂ, ഓണർഷിപ്പ് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെയാണോ അത് അക്കൗണ്ട് ചെയ്യണത്? ഹയർ പർച്ചേസിൽ ഒരു വസ്തു വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വാങ്ങിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ അസറ്റായി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അക്കൗണ്ട് ചെയ്യണത് അല്ലേ? അത് അവിടെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ലീഗലി ഒന്നും നോക്കില്ല, എന്താണ് റിയാലിറ്റി എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അതാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇതിൽ ഹെഡ് എങ്ങനെ കൊടുത്തിരിക്കണോ അതേപോലെ തന്നെയാണ് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് എഴുതാൻ പറ്റും. ഇനി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്നുള്ളത് എന്താ, രണ്ട് തരത്തിലുണ്ട്. അതായത് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് അക്കൗണ്ടിങ് പോളിസി ഏതൊക്കെ തരത്തിലാണ് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡിസ്ക്ലോഷർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അതായത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ എഫക്റ്റ് കറൻറ്റ് പീരീഡ്, ഈ പീരീഡിൽ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ആ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഗുണമായാലും ദോഷമാണെങ്കിലും അത് ഈ പീരീഡിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഈ വർഷം തന്നെ മാക്സിമം അക്കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്കത് എത്രയാണെന്നുള്ളത് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ വർഷം തന്നെ അത് നമ്മൾ ഡിസ്ക്ലോഷർ ചെയ്തിരിക്കണം. രണ്ട് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുള്ളൂ. അക്കൗണ്ടിങ് പോളിസി എപ്പോഴാണ് നമ്മൾ ഡിസ്ക്ലോഷർ ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യന് ഒരു ആൻസർ ആണ്. എന്താണ് ഫസ്റ്റ് ഉള്ളത് ആൻസർ? ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അക്കൗണ്ടിങ് പോളിസി എപ്പോഴാണ് നമ്മൾക്ക് ഡിസ്ക്ലോഷർ ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിക്കേണ്ടത്? അത് കറൻറ്റ് പീരീഡിൽ അതിൻ്റെ മെറ്റീരിയൽ എഫക്റ്റ് കറൻറ്റ് പീരീഡിൽ അത് വ്യൂ ആകുന്നുണ്ടോ, കറൻറ്റ് പീരീഡിൽ അത് നമുക്ക് എഫക്റ്റ് വരണുണ്ടോ, മെറ്റീരിയൽ എഫക്റ്റ് വരണുണ്ടോ എന്ന് ചോദിക്കുക. ഇഫ് എസ് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ആണെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? യെസ് എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷുവർ, തീർച്ചയായിട്ടും 100% ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോഷർ ചെയ്തിരിക്കണം. അപ്പം മെറ്റീരിയൽ എഫക്റ്റ് ഈ കറൻറ്റ് പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇല്ല, എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ഈ മെറ്റീരിയൽ എഫക്റ്റിന് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയൽ എഫക്റ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇൻ ഫ്യൂച്ചറിൽ അത് വരുന്നുണ്ട്, അത് ഉറപ്പാണ്. ഫ്യൂച്ചറിൽ അത് കറക്റ്റായിട്ട് അത് വരുന്നുണ്ട്, ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് എന്നൊന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ കറൻറ്റ് ഇയറിൽ നമ്മളത് ഡിസ്ക്ലോഷർ ചെയ്യേണ്ട. പക്ഷെ ഫ്യൂച്ചറിൽ വരണ എമൗണ്ടിൻ്റെ എത്രയാണോ വരണതെന്നുള്ളത് അത് ഈ കറൻറ്റ് പീരീഡ് തന്നെ നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കണം. അതായത് ഫ്യൂച്ചറിൽ ഡിസ്ക്ലോഷർ മെറ്റീരിയൽ എഫക്റ്റ് വരുന്നത് ഈ കറൻറ്റ് പീരീഡ് അല്ല, പക്ഷേ ഫ്യൂച്ചറിലാണ് അത് എന്ത് പറയണത്? അതിൻ്റെ എഫക്റ്റ് പറഞ്ഞത് ആ ഫ്യൂച്ചറിലാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഈ അക്കൗണ്ടിങ് പോളിസി ഇതൊക്കെ നമ്മൾ എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? നോട്ട്സ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എഴുതി വെക്കണം. എഴുതി വെക്കണം? ഈ കറൻറ്റ് പീരീഡ് ഇത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ട് വലിയ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, പക്ഷെ ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഇന്ന മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നോട്ട്സ് ഓൺ അക്കൗണ്ട് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫുള്ളായിട്ട്. അതെ, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഇത്? അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോളോയിങ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് കൺസിഡർ ചെയ്യാത്ത ഐറ്റം എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റഡ് ഫോർ ഇവന്റ് ഓർ ട്രാൻസാക്ഷൻ ദാറ്റ് ഡിഫർ ഇൻ സബ്സ്റ്റൻസ് അറ്റ് പ്രസന്റ്, ഇൻട്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം ഫോർ എംപ്ലോയീസ് ഇൻ പ്ലേസ് ഓഫ് അഡോക്ക് എസ്ഗ്രേഷ്യ പേയ്മെൻറ്റ് ഏർലിയർ ഫോളോഡ്. അക്കൗണ്ടിങ് പോളിസി
pertaining to event or transaction which did not occur previously or that were immaterial. ഇതൊന്ന് അങ്ങനെയാണ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, ഇതങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു നോക്കുക. ആ 2 സെൻറ്റൻസേ ഉള്ളൂ. ആ 2 സെൻറ്റൻസും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കാം. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ഒന്ന് നോക്കാം. ജെ ലിമിറ്റഡ് ഹാഡ് മെയ്ഡ് എ റൈറ്റ് ഇഷ്യൂ ഓൺ, അതായത് ഇത് വായിക്കുന്നതിലും വരെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ജെ ലിമിറ്റഡ് എന്താണ്, ഒരു റൈറ്റ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, റൈറ്റ് ഇഷ്യൂ 2020 റൈറ്റ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അത് മെമ്പേഴ്സിനോട് പറഞ്ഞു നമുക്ക് 2022 ആവുമ്പോഴേക്കും നമുക്ക് 40 കോടിയോളം എന്ത് വരും, ഒരു പ്രോഫിറ്റ് സർപ്ലസ് വരും എന്നുള്ള പോലെ പറഞ്ഞു. ഓക്കെ, ഇനി ആക്ച്വൽ റിയാലിറ്റിയിൽ 2022 ആയപ്പോഴേക്കും നമുക്ക് ലോസ് ആണ് സംഭവിച്ചത്. എത്ര? 10 കോടി ലോസ് ആണ് സംഭവിച്ചത്. അപ്പോൾ ബോർഡ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ടീം എല്ലാം കൂടി ഡിസൈഡ് ചെയ്തു നമുക്ക് എന്താണ് ഇൻവെൻട്രി നമുക്ക് ഇത്രയും നാളും അവർ കണ്ടുകൊണ്ടിരുന്നു വെച്ചത് പ്രൈം കോസ്റ്റിലാണ്. ഓക്കെ, 30 crore ആണ് അപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് എന്താണ്, വർക്ക് കോസ്റ്റിലോട്ട് ഇൻവെൻട്രി മാറ്റാം. ഓക്കെ, വർക്ക് കോസ്റ്റിലോട്ട് ഇൻവെൻട്രി മാറ്റാം. അതുകൊണ്ട് ഇൻവെൻട്രി നമുക്ക് എന്ത് ചെയ്യും, 50 crores ഇൻവെൻട്രി നമുക്ക് കൂടും. ആ 30ന്ന് 50 crores നമുക്ക് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ളത് വന്നു. അപ്പോൾ ഇത് എന്താണ്, ഇത് അക്കൗണ്ടിങ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അതല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് ആണോ വരുന്നത്? യെസ്, ഇത് എന്താണ്, ആ ചേഞ്ച് ആണ് വരുന്നത് അല്ലേ. ഈ 30ന്ന് 50 crores മാറ്റാൻ നേരത്തെ 20 crores അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യണത്. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, നമുക്ക് പ്രോഫിറ്റ് 20 crores കൂടുകയാണ് ചെയ്യണത് അല്ലേ. അത് മെറ്റീരിയൽ എഫക്റ്റ് ആ വർഷം അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തായാലും അത് എന്ത് ചെയ്യണം, ഡിസ്ക്ലോഷർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെ ആൻസർ എഴുതാന്നുള്ളത് നിങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിൽ അതേപോലെ തന്നെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് വായിച്ചിട്ട് അതേ രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ എന്താണ് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ഓർ അക്കൗണ്ടന്റ് ഓർ സബ്സ്റ്റാൻഷ്യൽ അഡീഷൻ ഇൻ ഗ്രോസ് ബ്ലോക്ക് ഡ്യൂറിംഗ് ദ year instead of the reducing balance method which has been adopted as a consequence of change depreciation 27 crore is lower than the amount 45 loan which would have been provided and old method been followed 18 crores. അതായത് ഡിപ്രീസിയേഷനിൽ വരുവാണ്. ഡിപ്രീസിയേഷൻ അവർ കുറയ്ക്കാനുള്ള വഴിയാണ്. കാരണം നമുക്ക് ലോസ് അല്ലേ, ആ ലോസ് എന്നുള്ളത് നമുക്ക് പ്രോഫിറ്റിലോട്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വിചാരിക്കുക, ഡിപ്രീസിയേഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുകൊണ്ട് നമുക്ക് എത്ര വരുന്നുണ്ട്, 18 കോടിയുടെ ഡിഫറൻസ് വരുന്നുണ്ട് എന്നാണ് പറയണത്. ആ 18 കോടിയുടെ ഡിഫറൻസ് പറഞ്ഞത് നമ്മൾ എന്തായാലും ഡിസ്ക്ലോഷർ ചെയ്യണ്ടേ അല്ലേ. ഇത്രയും കോടിയുടെ ഇത് വരുവാണ്, അത്രയും കോടിയുടെ ലാഭം നമുക്ക് ഉണ്ടാവുകയാണ് ഓൺ ദ സ്പോട്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് പോളിസി കാരണം ഇത്രയും മെറ്റീരിയൽ അല്ലേ, ഇത്രയും മെറ്റീരിയൽ എഫക്റ്റ് നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉടനെയാണ് നമുക്ക് അതെന്ത് ചെയ്യണം, അതെന്ത് ചെയ്യാലും ഡിസ്ക്ലോഷർ ചെയ്തിരിക്കണം. ഇനി നോട്ട് ആഫ്റ്റർ സെയിൽ എക്സ്പെൻസ്, അതായത് ഇപ്പം നമുക്ക് ഒരു സെയിൽ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെയിൽ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യേണ്ടി വരും അല്ലേ. സെയിലിനോടൊപ്പം തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെൻസ് അതിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിറ്റിങ്സ്, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അതിനോട് ചെയ്ത് കൊടുക്കാമെന്ന് ഏറ്റിട്ടായിരിക്കുള്ളൂ അത് സെയിൽ ചെയ്യണത് അല്ലേ. ആ സെയിൽ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭൂരിഭാഗം പേരിലും അത് എന്ത് ചെയ്യും, അത് വേണ്ടി വരില്ല. അങ്ങനെ ഒരു എക്സ്പെൻസ്, അതായത് അങ്ങനെ ഒരു വർക്ക് ചെയ്യേണ്ടി വരില്ല. പക്ഷെ ചില കേസുകളിൽ നമുക്ക് വരും അല്ലേ. ആ വരുന്ന കേസിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു 2% പ്രൊവിഷൻ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇനി എങ്ങാനും അങ്ങനത്തെ ഒരു എക്സ്പെൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പറയുവാണ് ആ പ്രൊവിഷൻ വേണ്ട, അത് കട്ട് ചെയ്ത് കളയാം, അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കൂടുമല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് പ്രോഫിറ്റ് കൂടുവാണെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്തായിട്ട് മാറും, 600 crores അങ്ങനെ അത്രയും എഫക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതത്ര വലിയൊരു എമൗണ്ട് അല്ലേ, അതിന് ടേൺ ഓവർ അത്രയും കൂടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടുകയല്ലേ ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോഷർ ചെയ്തിരിക്കണം. ഇനി നാലാമത്തെ എന്താണ്,
provide a permanent fall in the value of investment which fall had taken place over the past 5 years. The providing being 10 crores as chief accountant of the company. You asked the managing director the draft note on accounts ആനുവൽ റിപ്പോർട്ട്. നമുക്ക് എന്ത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് എത്ര ഇതിലാണോ ഇപ്പോൾ എന്ത് പെർമനൻറ്റ് ചേഞ്ച് ഉണ്ടായാലും, എന്ത് ഇതേപോലെയുള്ള മെറ്റീരിയൽ എഫക്റ്റ് ഉണ്ടായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം എന്ത് ചെയ്യണം, നോട്ട്സ് ഓൺ അക്കൗണ്ടിൽ അതെന്ത് ചെയ്യണം, അതെല്ലാം നമ്മൾ വിവരിച്ച് കാണിച്ചിരിക്കണം. ഓക്കെ, അതിൽ ഇനി അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ ആൻസർ പ്രസൻറ്റ് ചെയ്യണേ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക, അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ, ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ ആസ് പെർ AS1 വണ്ടി ഏതാണ് കറക്റ്റ് എന്ന് പറയണേ. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ ഒരു ഷോർട്ടായിട്ടുള്ള പറഞ്ഞു. എന്താണ് GCA, ഗോയിങ്, കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രൂവൽ. അത് പറഞ്ഞത് ഏതിലാണ്? ഗോയിങ്, കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രൂവൽ പറഞ്ഞ നാലാമത്തേലാണ്. അപ്പം നാലാമത്തെയാണ് അതിന് അല്ലേ, നാലാമത്തെയാണ് അതിൻ്റെ ആൻസർ. അപ്പം അതിൻ്റെ ഇത് കോഡ് വേർഡ് ഒന്നും പഠിച്ചു നോക്കുക, അതൊക്കെ ഇതേപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ഇൻ ഷോർട്ട് റെലവൻറ്റ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി ആസ് പെർ AS1. ഡിസ്ക്ലോഷർ അക്കൗണ്ടിങ് പോളിസി AS1 എപ്പോഴാണ് ഡിസ്ക്ലോഷർ ചെയ്യണേന്നുള്ളത് അല്ലേ, നമ്മളത് അവിടെ പഠിച്ചതാണ്. അത് അതേപോലെ തന്നെ എഴുതി വെക്കുക. ഇനി എന്താണ് നമ്മൾ ഈ ഡിസ്ക്ലോഷർ ചെയ്യണത് എന്ന് പറയുമ്പോൾ ആ ഗോയിങ് കൺസേൺ GCAയുടെ കാര്യം എഴുതണം. GCA ആണെന്നുണ്ടെങ്കിൽ നോർമലി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണോ? വേണ്ട. അത് നമ്മളപ്പോൾ CMA പഠിക്കാൻ വിട്ടത് ഓർത്ത് അതേപോലെ ഉള്ളത് എഴുതി വെക്കുക. ഓക്കെ, അതും കൂടി ചേർത്ത് എഴുതി വെക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്, അതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി അല്ലേ. മെത്തേഡും ക്രൈറ്റീരിയ സെലക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസിക്ക് വേണ്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ്? പ്രൊഡൻസ്, സബ്സ്റ്റൻസ്, മെറ്റീരിയാലിറ്റി. നമ്മളതും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അത്രയേ ഉള്ളൂ ഇതിൽ. ഓക്കെ, ഇതൊരു ചെറിയൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇനി ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇതിന് MCQ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഇനി നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരെണ്ണം കൂടിയേ വരണുള്ളൂ എന്നാണ് തോന്നണേ എനിക്ക്, ഇല്ലേ? ഒരെണ്ണം കൂടി ഞാൻ എടുക്കാനുള്ളൂ എന്നാണ് തോന്നണേ, അതും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക, കമൻറ്റ് ഇടുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്. ഓക്കെ, താങ്ക് യു.